ഞണ്ണ ക്രിസ്മസ് വേണില്ലേ അതിന് പുൽക്കൂട് വയ്ക്കണോ? എന്തിനാണ് തീരുമാനം? അതിന് പുല്ല് വെട്ടാൻ പോണ്ടേ? വെള്ളം കുടിച്ചിട്ട് പോവാമോ? ഒറ്റ മൈൻഡ് കത്തി എടുത്തിട്ട് വാ. നമ്മളാള് ചൂടാൻ പോവെങ്കിൽ പുൽക്കൂട് വെക്കാൻ പുല്ല് വെട്ടാനായി പൂ വെട്ടാനായിട്ട് നമ്മളതാ ഇവിടെ നിന്ന് തിരിക്കാണ് ഗൈസ്. ആലിക്കോടും തിരിച്ച് അങ്ങനെ പ്രകാരം പുൽക്കൂട് വെക്കാൻ വേണ്ടി പൂ വെട്ടാൻ പോവുകയാണ്. ഇപ്പോ തുടങ്ങിയതേ ഉള്ളൂ പ്ലാൻ. ഇന്ന് 1ാമത്തെ ദിവസമാണ്. എന്നാലും ലൈവ് നമ്മുടെ തീരുമാനമായതുകൊണ്ട് തീരുമാനം എടുത്തു ഉടൻ തന്നെ നമ്മള് പൂ വെട്ടാനായിട്ട് പോവുകയാണ്. നമ്മുടെ സ്ഥലം കുടപ്പന കഴിഞ്ഞിട്ടൊരു 6 മണിക്കടുത്ത് മൊട്ടമല എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ആ മൊട്ടമലയിലോട്ടാണ് നമ്മൾ പോയിട്ടിരിക്കുന്നത്. നമ്മളൊരു ബാച്ചിന്റെ ഫ്രണ്ടിൽ നിന്ന് പോയിട്ടുണ്ട്. നമ്മള് 3 ബൈക്കായിട്ട് 6 പേരാണ് പോകുന്നത്. ബാക്കിയെല്ലാം പിന്നാലെ. അങ്ങനെ നമ്മള് കുടപ്പന മൂടെത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ കുടപ്പന മൂട് നിന്ന് ഇനി കൂട്ടപ്പ് പോയിട്ട് 6 കാണി അവിടെ പോയിട്ടാണ് ഇന്ന് നമ്മുടെ ബാക്കി എപ്പിസോഡ് എല്ലാം ബാക്കി. നമ്മളെ ഗ്യാങ് ഫുള്ള് സെറ്റാണ് ഗൈസ്. സ്ഥലത്തിന്റെ വ്യൂ കണ്ടോ ഗൈസ്? ഇലക്ട്രിക് വെഹിക്കിളാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ഏകദേശം കുറച്ച് ദൂരം ഒരു 15 കിലോമീറ്റർ കണ്ടിന്യൂസ് ഡ്രൈവിന് ശേഷം ചേഞ്ച് ടു ഇക്കോ മോഡ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് അലാമുണ്ട്. ഇപ്പം ഏകദേശം എത്ര 54 കിലോമീറ്റർ ബാറ്ററി കിലോമീറ്റർ കാണിക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊന്ന് ഇനി നോക്കാം. റോഡും മോശമാണ്. സ്പോട്ട് മോഡ് ഇട്ടൊന്നും കയറ്റാൻ പറ്റൂല. എന്തൊക്കെയാണെന്ന് ഇനി നമ്മളിനിപ്പോൾ വഴിയിലാവുമോ അതാ നമ്മളിന്ന് സ്ഥലത്ത് ലക്ഷ്യത്തിൽ കൊണ്ടെത്തിക്കുമോ തിരിച്ച് വീടെത്താൻ പറ്റുമോ എന്നൊന്നും അറിഞ്ഞുകൂടാ. എന്നാലും അങ്ങനെ പോവുകയാണ്. ബാക്കിയൊക്കെ എല്ലാം അപ്ഡേറ്റ്. പുൽക്കൂട് നിർമ്മാണത്തിൻ്റെ എല്ലാവിധ ഭാഗങ്ങളും വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള പ്ലാനിൻ്റെ എപ്പിസോഡുകളായിട്ട്. അപ്പോൾ ഇന്ന് പുല്ല് കുറച്ച് മാത്രമായിട്ട് നമ്മൾ വൈകുന്നേരം കരോളിലുമാണ്. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകം അറിയിക്കുന്നത്. വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബ്യൂട്ടി ഓഫ് ദി നേച്ചർ. അതാ പറഞ്ഞു. പാട്ടോടെ ഇതിന് തിരിച്ചല്ലേ പോണം? എവിടെ പോണേ? മേളില് കാളിമലയില് ഉണ്ടെങ്കിൽ കാണാം. എന്തിനാണ് നമ്മൾ അന്ന് വെട്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം ഇടത്തോട്ട് റോഡ് കിടന്നില്ലേ? എല്ലാരും കടന്ന് വാങ്ങ. നമ്മളങ്ങനെ കറ്റ് വെയിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അമ്മോ ഇതാ പോണ് കറ്റുക. പോ വണ്ടി പോ. ചാടി എണീറ്റ്. ഇതെല്ലാം ഒറിജിനൽ സൗണ്ടിനാണ് ഗൈസ്. നമ്മളങ്ങനെ എല്ലാ വർഷവും വെട്ടുന്ന സ്ഥലമാണിത്. പക്ഷെ ഇത്തവണ നമുക്ക് മിക്കവാറും പണി കിട്ടുമെന്നാണ് തോന്നുന്നത്. കാര്യം പൂവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പൂവ് കുറവാണ്. പിന്നെ അത് പോയിട്ട് എന്തു പറയാ, ഇവിടെ ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഒരിടത്ത് ബേസ്മെന്റ് ഇട്ടിരിക്കുന്നത്. പിന്നെ അത് പോയിട്ട് ഇവിടെ ഈ മരം മുറിക്കാൻ വേണ്ടിയിട്ട് മേളിൽ മരം മുറിച്ച് തടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പുതിയ റോഡൊക്കെ സെറ്റാക്കിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ വർഷം മിക്ക റോഡൊന്നും കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്തായാലും നമ്മൾ ജസ്റ്റ് നോക്കിയിട്ട് ബാക്കി ചെയ്യുന്നതായിരിക്കും. ഉണ്ട് കുറച്ചൊക്കെ ഉണ്ട്. എന്നാലും ഇവിടെ വണ്ടി വയ്ക്കാം. വലിയ കുഴപ്പമില്ലെന്നല്ല, അപ്പുറത്തേ ഉള്ളൂ.
ആ 2 കമ്പ് മാത്രം വെട്ടിയ ചരിച്ചു വിട്ടു. ഗൈസ് നമ്മളങ്ങനെ മുകളിലോട്ട് നടക്കുകയാണ്, ഏറ്റവും ടോപ്പിലോട്ട്. തകർക്കുകയാണ് ഗൈസ് പയ്യന്മാർ. ഇത്തവണ പുല്ല് കുറവല്ലേ, ഇനി അടുത്ത് വരും വർഷങ്ങളിൽ ഇതുവല്ല കാണുമെന്തോ. നമ്മളിതെല്ലാം യൂട്യൂബിന് വേണ്ടിയിട്ടാണ്, യൂട്യൂബിന്. വരുമാനമല്ല, അലമാരല്ല അടുക്കിക്കൊണ്ടിരിക്കുന്നത്. അതാ കൊള്ളാം. ആനകയറിമല, സന്തോഷ് കയറി എന്നാണ് പറയണത്. സന്തോഷ് കയറിമല ആണ്. കഴിഞ്ഞ വർഷത്തെ അത്ര ഒന്നും പുല്ലില്ല. കഴിഞ്ഞ വർഷത്തെ അത്ര പുല്ലൊന്നും ഇല്ല ഗൈസ്, എന്നാൽ ഇത്തവണ കുറവാണ്. ശരിടാ, പുല്ല് വെട്ടാൻ പാടായത് കൊണ്ട് കത്തി മൂർച്ച കൂട്ടണം. കുറച്ചുകൂടെ ശരിയിടാ. ഒരുത്ത ഇവിടെ നിന്ന് കുറെ നേരം കൊണ്ട് കത്തിരാവുകയാണ് ഗൈസ്, ഇതുവരെ ഒന്നും ആവില്ല. സന്തോഷമായി. എല്ലാവരും ഉണ്ട്. നമ്മള് പുല്ലൊക്കെ വെട്ടിട്ട് എങ്ങനെ ഇരിക്കാണ് ഗൈസ്. ഇപ്പൊ ഇത്രേ കിട്ടിയോളൂ ഗൈസ്. അല്ല, ബാക്കി കുറച്ച് താഴെ. അങ്ങനെ നമ്മൾ വെട്ടി വെട്ടി ഒരു വൈബ് ഏരിയയിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഒരു രക്ഷയുമില്ല. ആ പാട്ട് പാടുന്ന പയ്യൻ ഒന്നും കൊണ്ട് കാണിച്ചേ.